ഷീജ ടീച്ചർ പറഞ്ഞിരുന്നു, എനിക്ക് വാഴങ്കട് സ്കൂളിലും ഒരു പരിപാടിയുണ്ട്. അവിടെ എച്ച്എംമാർ രണ്ട് അധ്യാപകർ റിട്ടയർഡും ഇതേപോലത്തെ പരിപാടികളുണ്ട്. അവിടെ നമ്മളുടെ മന്ത്രിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് മന്ത്രി അവിടെ നിന്ന് പോരുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദിക്കാനും അതേപോലെ തന്നെ പ്രേരിച്ച അമ്മമാരും നമ്മളുടെ അധ്യാപകരും എല്ലാവർക്കും ഇനിയും നമ്മുടെ ഈ സ്കൂളിന് ഇതിലും തലമുറകളായി അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു ടീച്ചർ. അഡ്മിഷൻ നമ്മളുടെ നാട്ടിൽ ഇത്ര നല്ല സ്കൂളുണ്ടാകുമ്പോൾ നമ്മൾ വേറെ സ്കൂൾ തേടി പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ കുട്ടികൾ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പരിസരത്തും ഒക്കെ ഉള്ള എല്ലാവരും നല്ല സ്കൂൾ എന്നുള്ള നിലയിൽ തന്നെ കുട്ടികളെ ഇവിടെ കൊടുന്ന് ചേർത്ത് നമ്മളുടെ കൂടുതൽ ഇന്നിപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഞാൻ കാമ്പറത്ത് കണ്ടു. എല്ലാ സ്കൂളിലും നടന്ന് എല്ലാ വീട്ടിലും നടന്ന് കുട്ടികളെ അന്വേഷിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇത് നമ്മളുടെ സ്കൂളിന് വരരുത്. അത്രയ്ക്കും നല്ല ക്ലാസ് മുറികളും എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും ഇതിലും കൂടുതൽ നമ്മൾ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ AEO ശ്രീ കുഞ്ഞുമൊയ്ത് സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ AMLP സ്കൂൾ എടത്രയുടെ 125-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ, ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ 5-ാം വാർഡിൻ്റെ ബഹുമാനപ്പെട്ട മെമ്പർ ഷീജ ടീച്ചർ, വേദിയിലിരിക്കുന്ന SSKയുടെ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ സന്തോഷ് സാർ, സ്വാഗതം പറഞ്ഞ ജിജി ടീച്ചർ, PTA പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ ഉമർ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന പൂർവ്വ റിട്ടയർ ചെയ്ത അധ്യാപകർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, അതുപോലെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി പ്രവർത്തിക്കുന്ന AMLP എടത്ര സ്കൂൾ, അതിൻ്റെ റിപ്പോർട്ട് എല്ലാവരും കേട്ടതാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയർ അതുപോലെ ഈ അക്കാഡമിക് ഇയർ എല്ലാം ഒരു വെറൈറ്റിയോടുകൂടി, ഒരു വ്യത്യസ്തതയോടുകൂടി എല്ലാ വിഭാഗം വിദ്യാലയങ്ങൾക്കൊരു മാതൃകയായി വളരെ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ്. നമുക്കറിയാം, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ ആധുനിക ലോകോത്തരമാക്കുന്ന രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒരു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അതുപോലെ 1 മുതൽ 4 വരെ ഉള്ള കുട്ടികൾക്ക് നമ്മുടെ സമാന്തര വിദ്യാലയത്തിനോട് കിടപിടിക്കുന്ന രീതിയിൽ അവരുടെ രക്ഷിതാക്കളുടെ കോൺഫിഡൻസ് നേടിയെടുക്കുന്ന രീതിയിൽ ഭാഷയിലും ഗണിതത്തിലും ഒട്ടുമിക്ക പ്രവർത്തനങ്ങളിലും മികച്ച കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമായി മാറാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാലയത്തിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നത്. മികച്ച അഡ്മിഷനോടുകൂടി വരും വർഷങ്ങളിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയും. നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് അത് ഉമ്മർ മാഷുടെ വിദ്യാലയമാണെങ്കിൽ പോലും എടത്രക്കാരുടെ വിദ്യാലയമാണ്. എടത്രയിലെ നമുക്കറിയാം അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ഈ വിദ്യാലയമെന്ന്.
അതിൽ നിന്നൊക്കെ മാറി മികച്ച ഭൗതിക സൗകര്യത്തോടുകൂടി, ഭൗതിക സൗകര്യം മാത്രം ഉണ്ടായാൽ പോരാ, അക്കാഡമിക സൗകര്യങ്ങളുടെ അർപ്പണബോധമുള്ള ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാലയം അതിൻ്റെ പൂർണ്ണതയിൽ അക്കാദമിക രംഗത്തെ എല്ലാ ക്ലാസ് മുറിയിലും അധ്യാപകർ സ്മാർട്ട് ക്ലാസ് മുറിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഡിക്ക് മുകളിലുള്ള ഗ്രേഡ് നേടുന്ന രീതിയിൽ, ഈ ഗ്രേഡ് എന്ന ഗ്രേഡ് നമ്മുടെ വിദ്യാലയത്തിനില്ല, ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ AMLP എടത്തറ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. കലാകായിക രംഗത്തും അതുപോലെ സ്പോർട്സ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ സയൻസ് ഫെയറിൽ ആലിയ സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിലെ മികച്ച പെർഫോമൻസോടുകൂടി 1ാം സ്ഥാനം LP വിഭാഗത്തിൽ നേടാനും നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു മികച്ച കാൽവെപ്പാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മാനേജ്മെൻറ്റിനും PTA-ക്കും അതുപോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാന അധ്യാപികയ്ക്കും കഴിയട്ടെ. ഇതൊരു മികച്ച വിദ്യാലയമായി മാറാൻ നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിന് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യാലയം തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലേക്ക് മാറാൻ AMLP എടത്തറ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. അടുത്തതായി ഈ വർഷത്തെ മികച്ച വിജയം നേടിയ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ്. ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അനാമിക P. 2025-26 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിലായി മികച്ച വിജയം നേടിയ അതുല്യ പ്രതിഭ. വിദ്യാരംഗം കലാസാഹിത്യവേദി പെരിന്തൽമണ്ണ സബ് ജില്ല വാങ്മയം ഭാഷാ പ്രതിഭാ മത്സരത്തിൽ 1ാം സ്ഥാനം. CH പ്രതിഭ ക്യൂസ് സബ് ജില്ലാ വിജയി. ഈ അധ്യയന വർഷത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥിനി. പെരിന്തൽമണ്ണ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ സബ് ജില്ലാ തലത്തിൽ സയൻസ് കളക്ഷൻ വിഭാഗത്തിൽ 1ാം സ്ഥാനം. സബ് ജില്ലാ കലാമേളയിൽ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം. അതിലെല്ലാം ഉപരി മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ വളരെ പ്രശംസനീയമായ മാതൃകാപരമായ സ്വഭാവ സവിശേഷതകളുള്ള മിടുക്കി. തേജോമയമായ ഭാവിക്ക് ഊർജം പകർന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ അനാമിക P. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തെ ടാലന്റ് എക്സാമിനേഷനിൽ സ്റ്റേറ്റ് ലെവൽ ടോപ്പേഴ്സ് ആയ നമ്മുടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. LKG സെക്ഷൻ 4th റാങ്ക് മുഹമ്മദ് സിയാൻ M. സമ്മാനം നൽകുന്നതിനായി വാർഡ് മെമ്പർ ശ്രീമതി ഷീജ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. Congratulations, Muhammad Zian. Next, 5th rank, Hana M. സമ്മാനം നൽകുന്നതിനായി പെരിന്തൽമണ്ണ BPC ശ്രീ സന്തോഷ് കുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. Congratulations, Hana M. 5th റാങ്ക് റിസ മറിയം CK. നമ്മുടെ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹക്കീം PTA സ്വാഗതം ചെയ്യുന്നു.
ഫിഫ്ത്ത് റാങ്ക് ആത്മിക പി. സമ്മാനം നൽകുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിന്റെ മാനേജർ ശ്രീ ഉമ്മർ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. UKG സെക്ഷൻ 3rd റാങ്ക് ഫഹ്മ ബത്തൂൾ. സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ മേക്കോട്ടിലിനെ സ്വാഗതം ചെയ്യുന്നു. ഫോർത്ത് റാങ്ക് ഫാത്തിമ ഫദ്വ. സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ AEO ശ്രീ കുഞ്ഞുമൊയ്തു സാറിനെ സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ജൗഹർ ടി. സമ്മാനം നൽകുന്നതിനായി വാർഡ് മെമ്പർ ശ്രീമതി ഷീജ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ജൗഹർ. സ്കൂൾ ലെവൽ LKG ഫസ്റ്റ് പ്രൈസ് ഹൈസിൻ മുഹമ്മദ് അലി. സെക്കൻഡ് പ്രൈസ് അനിഖ. ഹിസ മെഹ്റീൻ. അവന്തിക. ഫാത്തിമ നസ്രീൻ. റബി ഹസീം. ഫൈസ ഫാത്തിമ. UKG ജൗന. മുഹമ്മദ് മിഷൽ. നഫീസ നൈറ. ഫാത്തിമ ജസ. ഫാത്തിമ യുംന. ഫൽഹ ഫാത്തിമ. ചിന്മയി S. നായർ. എല്ലാ വിദ്യാർത്ഥികളും സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്.
അടുത്തതായി AMLP സ്കൂൾ എടക്കരയുടെ അഭിമാന നിമിഷങ്ങളെ പകർത്തി ജീവസുറ്റതാക്കി നിലനിർത്തുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രിയ അഫ്രീദ മാഷിന് നമ്മുടെ വിദ്യാലയത്തിന്റെ സ്നേഹാദരം അഫ്രീദ മാഷിനെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AMLP സ്കൂൾ എടക്കരയുടെ അഭിമാന നിമിഷങ്ങളെ പകർത്തി ജീവസുറ്റതാക്കി നിലനിർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഫ്രീദ മാഷിന് വിദ്യാലയത്തിന്റെ സ്നേഹാദരം സമ്മാനിക്കുന്നു. നമ്മുടെ വാർഷികാഘോഷത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി പെരിന്തൽമണ്ണ BPC ശ്രീ സന്തോഷ് കുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 125 വർഷം പ്രായമായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. 1976 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഡിജിറ്റൽ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിലാദ്യം കണ്ട പഴക്കമുള്ള കെട്ടിടത്തിൽ 4 വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ആ വിദ്യാർത്ഥി ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന് കാരണം എൻ്റെ വിദ്യാലയം എന്ന് ഇപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എനിക്ക് പറയാൻ കഴിയുന്ന എടത്തറ AMLP സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് നിന്ന് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. അത് ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അക്കാദമിക മികവിൻ്റെ കാര്യത്തിലാണെങ്കിലും അക്കാദമികേതര മേഖലകളിലുള്ള പ്രകടനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ വാർഷിക ആഘോഷങ്ങൾ വളരെ വിപുലമായ ചടങ്ങുകളായിട്ടാണ് നമ്മളിപ്പോൾ സംഘടിപ്പിക്കുന്നത്. ആ നാട്ടുകാരുടെ മുഴുവൻ ഒരു ഉത്സവമായി നമ്മളത് സംഘടിപ്പിക്കുന്നു. പണ്ടൊക്കെ ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും ഒക്കെ വാർഷികങ്ങൾ ആഘോഷിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ആ കുറവ് നികത്തുന്നത് പലപ്പോഴും നമ്മുടെ പ്രൈമറി വിദ്യാലയങ്ങളാണ്. ഒരു പ്രൈമറി വിദ്യാലയം 1 മുതൽ 4 വരെയുള്ള ഒരു ലോവർ പ്രൈമറി വിദ്യാലയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെയൊക്കെ കുട്ടിക്കാലമാണ്
നമുക്ക് ഓർമ്മ വരിക. നമ്മളൊക്കെ ഇത്തിരി കുട്ടികളായി മാറും. അതുകൊണ്ട് തന്നെ ലോവർ പ്രൈമറി വിദ്യാലയങ്ങളുടെ വാർഷികാഘോഷങ്ങളിൽ നാട്ടുകാർ, അവിടെ പഠിച്ചവരാവാം അല്ലാത്തവരാവാം, അവിടെ ആരെങ്കിലും പഠിക്കുന്നവരുണ്ടാകാം, ഇല്ലാതിരിക്കാം, വളരെ സന്തോഷത്തോടു കൂടി അതിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ദിവസം രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ ഉച്ച മുതൽ തന്നെ നമ്മളവിടെ ഒരുമിച്ച് കൂടുന്നു, വിശേഷങ്ങൾ പറയുന്നു, കാര്യങ്ങളൊക്കെ കാണുന്നു, നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുന്നു, എന്നിട്ട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നു. അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷികം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഡിജിറ്റലായ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിന്ന്. സന്തോഷം നിറഞ്ഞ ഒരു ദിവസം എന്ന് പറയുമ്പോൾ വളരെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാലത്ത് നടന്ന ഒരു സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു ലോക സർവേയിൽ വേൾഡ് ഹാപ്പിനെസ് സർവേ എന്ന് പറയുന്ന ഒരു സർവേ നടന്നപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം 118ആണ്. നമ്മുടെ രാജ്യം സന്തോഷത്തിൻ്റെ കാര്യത്തിൽ 117 രാജ്യങ്ങളുടെയും പിന്നിലാണ് നിൽക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ സന്തോഷം ഇതൊന്നും പോരാ, ഇതിലുമധികം സന്തോഷങ്ങൾ വേണം. നമുക്കിനിയും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വേണം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സന്തോഷമുള്ള ജീവിതം നയിക്കാനുള്ള അവസരം നമുക്കുണ്ടാവണം. അതിന് ഏറ്റവും നല്ല മാർഗം നമ്മൾ കുട്ടികളായിരിക്കുക, കുട്ടികളോടൊപ്പം ഇരിക്കുക എന്നതാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേ ഞാനിവിടെ എടുത്തു പറയാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമ്മളുടെ പഞ്ചായത്തുകളുടെ പുതിയ ഭരണസമിതികൾ അധികാരത്തിലേറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതികളുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഷീജ ടീച്ചർ ഇവിടെ ഉണ്ട്. 10 വർഷമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്ന 11ാം വർഷം, ഇനിയും 5 വർഷം മെമ്പറായിരിക്കാൻ പോകുന്ന ഷീജ ടീച്ചറുടെ ശ്രദ്ധയിൽ അതൊന്ന് പതിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വാർഡിലെ മുഴുവൻ ആളുകളുടെയും സന്തോഷം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഷീജ ടീച്ചറെ പോലെ ഒരാൾക്ക് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടാം. നമ്മുടെ ലോകത്തെ നമ്മുടെ സന്തോഷം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷം ഉണ്ടാവും. അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് കൂട്ടായിരുന്നുകൊണ്ട് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിന് ഇനിയും എൻ്റെ വിദ്യാലയത്തിന് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക, എൻ്റെ വിദ്യാലയം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്ന വിദ്യാലയം ഇത് തന്നെയാണ്. ഇതിനുശേഷം UP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്, ട്രെയിനിങ് കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിദ്യാലയം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക, അല്ലെങ്കിൽ എൻ്റെ വിദ്യാലയം എന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എനിക്ക് പറയാൻ കഴിയുക എടത്തറ AMLP സ്കൂളാണ്. ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹക്കീം VTA ആശംസാ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും സദസ്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എടത്തറ AMLP സ്കൂളിൻ്റെ 125ാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ല രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ആദ്യമേ അഭിനന്ദിക്കുകയാണ്. പിന്നെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞു ഒരു അനാവശ്യമായ ഇടപെടലുകളും നടത്തിയിട്ടില്ല. സത്യം പറയാനെങ്കിൽ അനാവശ്യമായിട്ടല്ല, ആവശ്യമായിട്ട് തന്നെ കാര്യമായിട്ടൊന്നും ഇവിടെ ഇടപെടേണ്ടി വരാറില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ ടീച്ചറുടെ നേതൃത്വത്തിൽ ടീച്ചർമാരും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഉമ്മർ മാഷും നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ അത്രയും ശ്രദ്ധാലുക്കളായതുകൊണ്ട് ഒരു PTA പ്രസിഡന്റ് എന്ന രീതിയിൽ കൂടുതൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ഇവിടെ എത്തിച്ചേർന്ന അവസരങ്ങളിലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളെ മുഖമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവരുടെ പ്രസംഗം കേൾക്കാനുള്ള മൂഡിലല്ല, അവരുടെ കുട്ടികളെ പരിപാടി ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ മാനേജർ ശ്രീ ഉമ്മർ മാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നാട്ടുകാരെ, കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയമുള്ളൂ നമ്മളെ മുമ്പിൽ ബാക്കി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അവിടുന്ന് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല.
സന്തോഷ് മാഷിൻ്റെ ആ വാക്കുകൾ കടമെടുക്കുകയാണ്. നമ്മളെപ്പോഴും ഭയങ്കര സന്തോഷവാന്മാരാണെന്ന് എല്ലാവരും പറയും. പക്ഷേ മുഖം നോക്കിയാൽ ഒരു ചിരി കാണാം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ഭയങ്കര ആശങ്കയുള്ളവരാണ് നമ്മൾ. എൻ്റെ കുട്ടി എന്താവുക, എൻ്റെ കുടുംബം എന്താവുക, എൻ്റെ കുട്ടി എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള സന്തോഷങ്ങൾ ആഘോഷിക്കാനും അത് ആനന്ദിക്കാനും അത് അനുഭവിക്കാനുമുള്ള സൗഭാഗ്യം നിങ്ങളെല്ലാവരും കൊച്ചുമക്കൾക്ക് നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പഠനത്തോടൊപ്പം അവരുടെ മറ്റു പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം വേണം. അവരെ ഒഴിച്ചു വിടുക എന്നല്ല പറയുന്നത്. അവരോടൊപ്പം എത്ര മുതിർന്നാലും അവരുടെ സന്തോഷങ്ങളോടൊപ്പം നിങ്ങളും പങ്കുചേരുകയാണെങ്കിൽ സന്തോഷ് മാഷ് പറഞ്ഞ ആ സന്തോഷം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതിനു വേണ്ടി നമ്മുടെ പഞ്ചായത്ത് സജീവമായി പ്രവർത്തിക്കും. നമ്മുടെ ടീച്ചറൊക്കെ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എന്തായാലും ഈ ഒരു 5 വർഷത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് ഇടത്തറവാസികൾക്ക് മാത്രമല്ല ആലിപ്പറമ്പ് പഞ്ചായത്തിന് നല്ല ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമെന്ന് ആശംസിക്കാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിനായി ശ്രീ മുഹമ്മദ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. 125 വാർഷികാഘോഷങ്ങളുടെ സമാപന വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ, അതുപോലെ തന്നെ ഈ പരിപാടി അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച നമ്മുടെ HM വിജി ടീച്ചറെ, പിന്നെ നമ്മുടെ ഈ യോഗത്തിൻ്റെ മുഖ്യാതിഥി നമ്മുടെ AO കുഞ്ഞുമേയ് സാറ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.